ഇടുക്കി പാമ്പനാറിൽ നിർമ്മാണത്തിലിരുന്ന ബഹുനില കെട്ടിടം തകർന്നു വീണു. സമീപത്തെ വീടുകളിലുണ്ടായിരുന്നവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അശാസ്ത്രീയ നിർമ്മാണവും നിയമലംഘനവുമാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്ന് പുലർച്ചെ 3:30യോടെയായിരുന്നു അപകടം. കൊട്ടാരക്കര ദിണ്ടുഗൽ ദേശീയപാതയോരത്ത് നിർമ്മിച്ചുകൊണ്ടിരുന്ന 5 നില കെട്ടിടമാണ് തകർന്നു വീണത്. കെട്ടിടത്തിന്റെ താഴത്തെ 3 നിലകളിൽ പില്ലറുകളും ബീമുകളും മാത്രമായിരുന്നു പൂർത്തിയായിരുന്നത്. മുകളിലെ 2 നിലകളുടെ വാർപ്പ് പണിയും നടന്നിരുന്നു. റോഡിനും കെട്ടിടത്തിനും ഇടയിലുള്ള ഗർത്തം കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ണിട്ട് നികത്തിയിരുന്നു. മണ്ണിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് സംരക്ഷണ ഭിത്തി തകർന്ന് കെട്ടിടത്തിലേക്ക് പതിച്ചതോടെയാണ് കെട്ടിടം പൂർണ്ണമായും നിലം പൊത്തിയത്. അനധികൃതമായി മണ്ണടിച്ച് ഇന്നലെ രാത്രി ഫില്ല് ചെയ്യുകയും അതുപോലെ തന്നെ ആ മണ്ണ് മഴ പെയ്തതോടുകൂടി മണ്ണ് തള്ളിപ്പോവുകയും ഈ 5 നിലയുള്ള ബിൽഡിംഗ് താഴേക്ക് പതിക്കുകയുമാണ് ചെയ്തത്. എന്റെ വീടിന്റെ മുകളിലേക്കാണ് ഇത് പതിച്ചത്. 17ഓളം ജീവനുകൾ ഈ വീടിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഒരു 2 അടി കൂടെ മാറിയിരുന്നെങ്കിൽ അവർ എല്ലാവരും തന്നെ മരണപ്പെട്ടിട്ട് വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് ഇവരെല്ലാം രക്ഷപ്പെട്ടത്. കെട്ടിട നിർമ്മാണത്തിന്റെ അശാസ്ത്രീയതയെക്കുറിച്ച് നാട്ടുകാർ തുടക്കം മുതൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇത് 2ാം നില പണിതപ്പോൾ തന്നെ ഇത് ഇടിഞ്ഞായിരുന്നു. ഇതിന്റെ ഇടിഞ്ഞതിന്റെ മണ്ണ് ഫില്ല് ചെയ്തപ്പോൾ ആ മണ്ണ് ഇടിഞ്ഞു വീണ് അതിനുശേഷം അവർ ആ മണ്ണ് JCB കൊണ്ട് മാറ്റി പണിതപ്പോൾ തന്നെ ഇതിന്റെ കോൺട്രാക്ടറോട് ഇതിന്റെ ഓണേഴ്സിനോട് പറഞ്ഞ ഇത് അപകടമാണ്, ഇതിന് ഈ മണ്ണ് ഇടിയുന്നതിന് ഒരു പെർമനന്റ് ആയിട്ടൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയില്ലെങ്കിൽ കെട്ടിടത്തിന് തകർച്ച ഉണ്ടാകും. അന്നേ നമ്മൾ ചൂണ്ടിക്കാട്ടിയില്ല. അത് കേൾക്കാതെ കോൺട്രാക്ടർ വീണ്ടും അതൊന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞ് 2 നിലയ്ക്ക് മാത്രമേ ഇതിന് പെർമിറ്റുള്ളൂ. പഞ്ചായത്തിന്റെ പെർമിറ്റ് 2 നിലയ്ക്ക് മാത്രമേ ഉള്ളൂ. ഇത് 5 നില കെട്ടിടമാണ് തകർന്നു വേണ്ടിയിരിക്കുന്നത്. പീരുമേട് പഞ്ചായത്തിൽ 3 നിലയിൽ കൂടുതലുള്ള കെട്ടിടങ്ങൾക്ക് സാധാരണയായി നിർമ്മാണ അനുമതി നൽകാറില്ല. തകർന്ന കെട്ടിടം നിയമങ്ങൾ ലംഘിച്ചാണ് നിർമ്മിച്ചതെന്ന പ്രാഥമിക കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജനം, ഇടുക്കി.